വിലയേറിയ മുത്തിനെ പറ്റി കർത്താവ് പറയുന്നു. ഇതും അതിനോട് സാമ്യമായിട്ടുള്ള ഒരു ഉപമയാണ് 45-ാം വാക്യത്തിൽ. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സാദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതെല്ലാം ഒക്കെയും വിറ്റ് അത് വാങ്ങും. ആദ്യത്തെ പോലെ തന്നെയാണ് ഇതും. ഇവിടെ കാണുന്നത് വിലയേറിയ മുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യാപാരിക്ക് സമം. അവൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അന്വേഷിച്ച് വന്നപ്പോൾ വിലപിടിപ്പുള്ളായിരിക്കുന്ന ഒരു മുത്ത് കാണുകയാണ്. അവനും ചെയ്തത് തനിക്കുള്ള എല്ലാം വിറ്റിട്ട് വന്ന് ഈ മുത്ത് വില കൊടുത്ത് വാങ്ങിക്കുകയാണ്. ഈ ഉപമയുടെയും വിശദീകരണം കർത്താവ് നൽകുന്നില്ല. ഇവിടെ മുത്ത് അഥവാ പേൾ എന്ന് പറയുന്നത് നമുക്കറിയാം, മുത്തുച്ചിപ്പിയിൽ നിന്ന് എടുക്കുന്നതായിരിക്കുന്ന വിശേഷപ്പെട്ടായിരിക്കുന്ന വസ്തുവാണ്. ഒരുപാട് പ്രോസസ്സിൽ കൂടി കടന്നു പോയിട്ടാണ് ഇതിനകത്ത് ഇത് രൂപം കൊള്ളുന്നത്. മുത്തുച്ചിപ്പിക്കകത്ത് രൂപം കൊള്ളുന്ന ഒരുപാട് പ്രോസസ്സുണ്ട്. അതിനെ പേൾ അഥവാ മുത്ത് എന്നാണ് പറയുന്നത്. ഇത് സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതിന് മുത്തുച്ചിപ്പിയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നമാണ്. ഇതിനകത്ത് രൂപം പ്രാപിക്കുന്ന ഒരു സാധനമാണ് ഈ പേൾ, മുത്ത് എന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ ഒട്ടനവധി പ്രോസസ്സിൽ കൂടി കടന്നു പോയിട്ടുള്ള അവസാനം വിലയേറിയ ഒരു മുത്തായിട്ട് രൂപപ്പെടുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന കലിഗുള എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യ, അവളവിടെ മുടിയിലും ചെവി, കഴുത്ത്, കയ്യ്, വിരലുകളുമെല്ലാം വിലപിടിപ്പുള്ളായിരിക്കുന്ന മുത്തുകളിങ്ങനെ അണിയുമായിരുന്നു. അത്രയ്ക്ക് വിലപിടിപ്പുള്ള സാധനമായിരുന്നു അത്. നിങ്ങൾ ഒരു പക്ഷേ പലരും കേട്ട് കാണും, ക്ലിയോപാട്ര എന്ന് പറയുന്ന സ്ത്രീ. ആരാണ് ക്ലിയോപാട്ര? ഈജിപ്ഷ്യൻ സുന്ദരിയായിരുന്നു ക്ലിയോപാട്ര എന്ന് പറയുന്നത്. അത് സുന്ദരിയായിരുന്നു ക്ലിയോപാട്ര. ഈ ക്ലിയോപാട്രയ്ക്ക് ധാരാളം മുത്തുകളുടെ ശേഖരണം ഉണ്ടായിരുന്നു. വിലയേറിയ മുത്തുകളുടെ ശേഖരണം അവൾക്കുണ്ടായിരുന്നു. മില്യൺ കണക്കിന് ഡോളർ വരുന്ന മുത്തുകൾ അവൾക്ക് ശേഖരണമായിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ചില ബഹുസമ്പന്നരായിരിക്കുന്ന ഭരണാധിപന്മാർ ചെയ്യുന്നത്, തങ്ങളുടെ സ്വത്തുക്കളുടെ പ്രതാപം കാണിക്കുവാൻ വേണ്ടി വിശേഷ നാളുകൾ വരുമ്പോൾ അവർ ശേഖരിച്ചു വച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള മുത്തുകൾ എന്ത് ചെയ്യുന്നു? വിനാഗിരിക്കകത്ത് ഇട്ട ശേഷം, അത് അലിയിപ്പിച്ച ശേഷം അതിനകത്ത് വീഞ്ഞൊഴിച്ചിട്ട് കുടിക്കും. കാരണം പ്രതാപത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ക്ലിയോപാട്രയും ഇതുപോലെ വിശേഷത സന്ദർഭങ്ങളിൽ അവളും മുത്ത് ഇതുപോലെ വിനാഗിരിയിൽ ഇട്ട് അലിപ്പിച്ച് വീഞ്ഞ് ഒഴിച്ച് കുടിച്ചിരുന്നു എന്നൊക്കെ ചരിത്രം പറയുകയാണ്. അന്നൊക്കെ ആഭരണത്തിന് വലിയ ആഡംബരം ഒക്കെയുള്ള കാലഘട്ടങ്ങളാണ്. നമ്മുടെ രാജ്യത്തും ആഡംബരത്തോട്ടും കുറവല്ല. എന്നാൽ ഇപ്പോൾ കണ്ടുവരുന്ന നമ്മുടെ കേരളത്തിലൊക്കെ ആഭരണത്തോടുള്ളായിരിക്കുന്ന മനുഷ്യരുടെ ഭ്രമമൊക്കെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടുന്ന സാരിയുടെ കളറിനനുസരിച്ച് മുത്തുമാലയാണ് ഇടുന്നത്. സ്വർണ്ണമൊക്കെ മാറ്റി കളറിന് യോജിക്കുന്ന മുത്തുമാലയാട്ടുന്നു. അടുത്ത ചില വർഷങ്ങൾക്ക് മുമ്പ് അറിയപ്പെടുന്ന ഒരു സ്വർണ്ണ വ്യാപാരിയുടെ ഭാര്യ ഒരു വൈറ്റ് സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അവർ വന്നത് വെള്ള മുത്തുമാലയും കൊണ്ടാണ്. വലിയ സമ്പന്നനായിരിക്കുന്ന സ്വർണ്ണക്കടക്കാരൻ്റെ ഭാര്യ മുത്തുമാലയും കൊണ്ടുപോകാം. ആരോട് ചോദിച്ചും പറഞ്ഞു, എന്തിനാണ് ആഡംബരം കാണിക്കുന്നത്? ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കുന്നതാണ് നല്ലതെന്ന് പറയുക. എന്തായാലും ഞാൻ അതിൽ കടന്നു പോകുന്നില്ല. ഇപ്പം എങ്ങനെയായിരുന്നാലും മുത്തുകൾ എന്ന് പറയുന്നത് എന്താണ്? ലോകചരിത്രത്തിൽ ഏറ്റവും വിലയേറിയ ഒരു സംഗതിയാണ്. ഇത് തീരപ്രദേശങ്ങളിലാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഈ വ്യാപാരി ഈ മുത്ത് അന്വേഷിച്ചുകൊണ്ട് തീരപ്രദേശങ്ങൾ കടന്നു പോവുകയാണ്. മുത്തുകളുടെ ലഭ്യതക്കുറവും അതിൻ്റെ പ്രകൃതി സൗന്ദര്യവും കാരണം വലിയ വിലയാണ് ഈ സാധനങ്ങൾക്കുള്ളത്. വ്യാപാരി അന്വേഷിച്ച് നടന്ന് ഇഷ്ടപ്പെട്ടതും വിലപിടിപ്പുള്ളതായിരിക്കുന്ന ഒരു മുത്ത് കണ്ടെത്തി. അതിൻ്റെ വിലയും വലുതായിരുന്നു, ഭയങ്കരമായിരിക്കുന്ന വിലയാണ്. അത് സ്വന്തമാക്കുവാൻ വേണ്ടി മനുഷ്യനും ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കണ്ടത് വഴി, മുമ്പേ പറഞ്ഞ ഉപമയിൽ കണ്ട അതേപോലെ നല്ല വഴിയായിരുന്നു. എന്ത് ചെയ്യുന്നറിയാമോ? അവനും ചെന്നിട്ട് ആ മുത്ത് നോക്കി വെച്ചിട്ട് വീട്ടിൽ ചെന്ന് അവനുള്ള വസ്തുക്കളെല്ലാം വിറ്റിട്ട് വലിയ ത്യാഗം സഹിച്ചിട്ട് ഇത് സ്വന്തമാക്കി. ഇതവന് ബിസിനസ് വേണ്ടിയാണ്. ഈ ഉപമയെ രണ്ട് നിലയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട്. ഈ വിലയേറിയ മുത്തിനെ
രണ്ട് നിലയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ വ്യാപാരി എന്ന് ഒന്നാമത്തെ വ്യാഖ്യാനിക്കുന്നത്, വ്യാപാരി എന്ന് പറയുന്നത് പാപിയായ മനുഷ്യനാണ്, മുത്ത് എന്ന് പറയുന്നത് യേശുക്രിസ്തു. ശ്രദ്ധിക്കണം, ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ ഗ്രൂപ്പ് പറയുന്നത് വ്യാപാരി എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന പാപിയായിരിക്കുന്ന മനുഷ്യനാണ്, മുത്ത് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു. ഇനി ഈ വ്യാപാരിയുടെ മനോഭാവം എന്താണ്? പ്രത്യേകത എന്താണ്? എന്താണ് വ്യാപാരി? അവൻ്റെ മനസ്സിലെ ചിന്ത എന്താണ്? ഒരു കച്ചവടക്കാരൻ്റെ ചിന്ത എന്താണ്? ലാഭം ഉണ്ടാക്കുക, അല്ലേ? കച്ചവടം നടത്തുക, പണം ഉണ്ടാക്കുക, അതാണ് അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വേറെ ഉദ്ദേശമൊന്നും വ്യാപാരികൾക്കില്ല. അങ്ങനെയാണെങ്കിൽ വ്യാപാരി പാപിയായ മനുഷ്യൻ, മുത്ത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുത്താകുന്ന യേശുവിനെ തേടി ഈ വ്യാപാരി പോവുക. മുത്ത് കണ്ടെത്തുവാൻ വേണ്ടി, കണ്ടുപിടിക്കാൻ വേണ്ടി, വാങ്ങിക്കാൻ വേണ്ടി ആര് പോകുന്നു? വ്യാപാരി കടന്നു പോകുന്നു. ഈ മുത്ത് വാങ്ങിച്ചിട്ട് അവൻ്റെ ഉദ്ദേശം എന്താണ്? വലിയ വിലയ്ക്കത് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അവൻ്റെ ഉദ്ദേശം, വലിയ വിലയ്ക്കത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ച്, യേശുവിനെ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമോ? മുത്ത് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമോ? രക്ഷ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഈ മനുഷ്യൻ്റെ സകലവും വിറ്റാൽ യേശുവിനെ വാങ്ങാൻ പറ്റുമോ? മുത്ത് യേശു ആണെങ്കിൽ ഈ മനുഷ്യൻ്റെ വസ്തുക്കൾ മുഴുവൻ വിറ്റാൽ ഈ മുത്ത് വാങ്ങിക്കാൻ പറ്റുമോ? മുത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷയുടെ, യേശുവിൻ്റെ വില എത്ര? ക്രിസ്തുവിനും രക്ഷയ്ക്കും വില പറയാനായിട്ട് പറ്റുമോ? വില പേശുവാൻ പറ്റുമോ? ക്രിസ്തുവും രക്ഷയും കച്ചവടത്തിനുള്ളതാണോ? രക്ഷ എന്താണ്? രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അത് കൈമാറി കച്ചവടക്കാർക്ക് പോകാനുള്ളതല്ല. ഈ രക്ഷ ഒരിക്കൽ ദാനമായിട്ട് ദൈവം തരുന്നതാണ്. മനുഷ്യവർഗത്തിന് ദൈവം ദാനമായി കൊടുക്കുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. അത് നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. ആ രക്ഷ ആ മനുഷ്യന് ദാനമായി കിട്ടുമ്പോൾ അത് നിത്യതയോളം അവൻ്റെ കൈമുതലായിട്ട് ഉള്ള അനുഭവമാണ്. ഇനി അവൻ പറയും, ഇത്രയും നാൾ ഞാനിത് അനുഭവിച്ചു, ഇനിയും എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റുമോ? ഇത്രയും കാലം ഞാൻ രക്ഷ വിലയേറിയ മുത്ത് കൊണ്ടാടുന്നു, ഇനി എനിക്കത് വേണ്ട എന്ന് പറയാനും പറ്റത്തില്ല. ഇനി ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് നടക്കത്തില്ല. കാരണം ഇത് ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുള്ളതാണ്. ഉള്ളതോ കൈമാറ്റം ചെയ്യാനായിട്ടുള്ളതോ കച്ചവടത്തിനുള്ളതോ ഒന്നുമല്ല. നമുക്കറിയാം, രക്ഷ കൃപയാൽ ലഭിച്ചതാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷ നിത്യവനാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് രക്ഷയിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. രക്ഷ കിട്ടിയത് ഫലമായിട്ട് ദൈവത്തിൻ്റെ അടുക്കളോട്ട് വരുവാനായിട്ട് നമുക്കുള്ള അനുവാദം ലഭിച്ചു. പോകുവാൻ അനുവാദമില്ലായിരുന്നു. രക്ഷയെക്കൂടി നമുക്ക് ദൈവത്തിലേക്ക് വരുവാനുള്ള ഒരു പ്രവേശനം ലഭിക്കുകയാണ്. രക്ഷ കിട്ടിയത് മൂലം ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ടായി, ആ ഭാഗ്യം നമുക്കുണ്ടായി. അതുമാത്രമല്ല, രക്ഷയോടൊപ്പം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് അച്ചാരമായിട്ട് ലഭിച്ചു, സമ്മാനമായി കിട്ടുന്നു. അപ്പോൾ രക്ഷ ലഭിച്ചത് മൂലം പരിശുദ്ധനായ ദൈവത്തെ ആത്മാവിൻ്റെ നിറവിൽ ആരാധിക്കുവാനുള്ള ഒരു അനുഭവം കൂടി നമുക്ക് ലഭിക്കുകയാണ്. ഈ നമ്മുടെ ആരാധനയുടെ പ്രത്യേകത എന്താണ്? ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ആരാധനയുടെ പ്രത്യേകത എന്താണ്? കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുമ്പോൾ അവിടെ സമരിയക്കാരി സ്ത്രീയുമായിട്ട് സംഭാഷണം നടക്കുന്നുണ്ട്. അവിടെ വെച്ച് കർത്താവ് പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക. അപ്പോൾ നമുക്ക് രക്ഷയെക്കൂടി ആത്മാവിനെ അവൻ പകർന്നു തന്നു. ആത്മാവിനെ തന്നിരിക്കുന്നതുകൊണ്ട് പുതിയ ആരാധന സംവിധാനം ഉടൻ ആരംഭിക്കുകയാണ്. അന്നു മുതൽ ആത്മാവിലും സത്യത്തിലുമാണ് നിങ്ങൾ ആരാധിക്കുവാൻ വേണ്ടി പോകുന്നതെന്ന് ഈ ശമരിയാക്കാരത്തി സ്ത്രീയോട് കർത്താവ് പറയുകയാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന വേറെ രീതിയിലൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്.
എന്താണ് പ്രിയപ്പെട്ടവരെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അതായത് രക്ഷയുടെ സന്തോഷം അത് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവിൻ്റെ നിറവിൽ നാം കർത്താവിനെ ആരാധിക്കുന്നു. ശമരിയ സ്ത്രീ യേശുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ മലയിൽ ദൈവത്തെ ആരാധിക്കുന്നു. നിങ്ങൾ ആ മലയിലാണെന്ന് പറയും. ഞങ്ങൾ ഈ നിലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ ആ നിലയിൽ ആരാധിക്കുന്നു. പക്ഷേ കർത്താവ് പറയുന്നത് അങ്ങനെയും ഇങ്ങനെയൊന്നും അല്ല. ആ രീതിയിൽ ഇങ്ങനെയൊന്നും അല്ല ആരാധന തുടങ്ങാൻ പോകുന്നത്. ഒരു പുതിയ ആരാധന സംവിധാനം ഉടൻ തുടങ്ങിയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് സത്യം എന്ന് പറയുന്നത്? സത്യം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും പല ആൾക്കാരും വേറെ ഇതിലൊക്കെ വ്യാഖ്യാനിച്ചു പോകാറുണ്ട്. അതായത് സത്യം എന്ന് പറയുന്നത് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീ പ്രവാചകനെന്ന് മനസ്സിലാക്കിയ ഈ ഞാൻ അടുത്ത സമയത്ത് തന്നെ ഒട്ടും വൈകാതെ തന്നെ ഒരു സമ്പൂർണ്ണ യാഗമായി തീരുവാൻ പോകുകയാണ്. മനുഷ്യവർഗത്തിന് വേണ്ടി ഒരു പരമയാഗമായി തീരുവാൻ പോകുകയാണ്. അപ്പോൾ ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരമാണ് മനുഷ്യവർഗത്തിന് രക്ഷ ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ചരിത്ര സംഭവമായി തീരുവാൻ പോകുകയാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ. അപ്പോൾ തന്നെ ആത്മാവ് എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട നിമിഷം ദൈവമക്കൾക്ക് ദാനമായി ലഭിക്കുന്ന ഒരു അനുഭവം കൂടിയാണ്, അഥവാ ഒരു വാസ്തവം കൂടിയാണ് ആത്മാവ് എന്ന് പറയുന്നത്. സത്യം ഉണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ എന്താണ് സത്യം? കാൽവറിയിൽ നടന്നിട്ടുള്ള സകല സംഭവമാണ് എന്തെന്ന് പറയുന്നത്? സത്യം എന്ന് പറയുന്നത്. കാൽവറിയെക്കുറിച്ച് എന്ത് നടന്നുവോ, അതെന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്ത് പ്രയോജനം, ഇതെല്ലാം ഒന്ന് വിലയിരുത്തി മനസ്സിലാക്കുന്നതാണ് സത്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആരാധനയിൽ, നമ്മുടെ കർത്തൃമേശ സമയങ്ങളിൽ വിശ്വാസികളെ നമ്മൾ പ്രബോധനത്തിൽ കൂടി ഓർപ്പിക്കുന്നത്. നാം എന്ത് ചെയ്യുന്നു? കർത്തൃമേശ സമയങ്ങളിൽ വിശ്വാസികളെ എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അവരുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും എല്ലാം കാൽവറിയിലോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ നടന്ന ചരിത്ര സംഭവങ്ങളെല്ലാം വീണ്ടും അനുസ്മരിക്കുക ചെയ്യുന്നത്. സത്യത്തെ നാം മനസ്സിലാക്കുന്നു. സത്യം ഗ്രഹിച്ചുകൊണ്ട് നാം ആത്മാവിന് നിറവിൽ കർത്താവിനെ ആരാധിക്കുക. ഈ സത്യം ഗ്രഹിക്കാതെയുള്ള ആരാധന സമ്പൂർണ്ണമല്ല. അപ്പോൾ ഈ സത്യം നീ അറിയുവാൻ പോകുന്നു, ഒരു വലിയ ചരിത്രം സംഭവിക്കാൻ പോവുകയാണ്, അത് സത്യമായി തീരുവാൻ പോവുകയാണ്. ആ സത്യം എന്താണെന്ന് തിരിച്ചറിയണം. ഒരു കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ്, സമ്പൂർണ്ണ യാഗമായി തീർന്ന ചരിത്രം നീ മനസ്സിലാക്കി ആത്മാവിൻ്റെ നിറവിൽ ആരാധിക്കണം എന്നാണ് അവളോട് പറയുന്നത്. അല്പം കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, നമ്മുടെ രക്ഷയുടെ സന്തോഷത്തിൻ്റെ മാധുര്യത്തിൽ നാം ഇവിടെ ഇരിക്കുമ്പോൾ അനുസ്മരിക്കുക. ആ രക്ഷയുടെ സന്തോഷത്തിൻ്റെ മാധുര്യത്തിൽ കാൽവറിയിൽ നടന്ന സംഭവങ്ങൾ അനുസ്മരിച്ചിട്ട്, എന്തിനു വേണ്ടിയായിരുന്നു കർത്താവിൻ്റെ മരണം, ആർക്ക് വേണ്ടിയായിരുന്നു കർത്താവിൻ്റെ മരണം, ഇതിൻ്റെ പരിണിതഫലം എന്തൊക്കെയാണ്, ഈ കർത്താവിനെ സ്വീകരിച്ച എനിക്കുണ്ടായ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഭാവി എങ്ങനെയൊക്കെയാണ് എന്ന് ഓർത്തുകൊണ്ട് നാം ആത്മാവിൽ ആരാധിക്കുക. ഇനി ആത്മാവിൽ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് ആത്മാവിനെ പ്രാപിച്ചു. ആ ആത്മാവിൻ്റെ നിറവിൽ നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ ചേരുന്ന ഒരു ധന്യമായ ഒരു സമയം. മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ആത്മാവും നമ്മൾ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ പരസ്പരം സമ്മേളിക്കുന്ന ഒരു സമയം. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? സത്യത്തെ നാം തിരിച്ചറിയുന്നു. കാൽവറി നടന്ന ചരിത്രങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ ഒന്നിച്ചു ചേർന്ന് ഇത് മൂന്നും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നടക്കുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയും. അവിടെ ബഹളമില്ല, യാതൊരു വളക്കപ്പിരക്കങ്ങളുമില്ല, ശാന്തതയാണ്. കാരണം കർത്താവിനെ നമ്മൾ
ഓർക്കുകയാണ്. ഇതില്ലാതെ വേറൊരു ആരാധന ഇല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇതാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, രക്ഷ വില കൊടുത്ത് വാങ്ങുവാനോ രക്ഷ കൈമാറ്റം ചെയ്യുവാനോ ഒന്നും സാധിക്കുന്നതല്ല. രക്ഷ എന്ന് പറയുന്നത് നിത്യതയോളം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. ആർക്കും, ഒരു മനുഷ്യനും ഈ മുത്ത് വില കൊടുത്ത് വാങ്ങിക്കുവാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ വ്യാഖ്യാനം, വ്യാപാരി എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. വ്യാപാരി എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. മുത്ത് എന്ന് പറയുന്നത് ഭാവികളായിരിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ ജാതികളായിരിക്കുന്ന മനുഷ്യർ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചെയ്തത് ഈ മുത്ത് സ്വന്തമാക്കുവാനായിട്ട്. കർത്താവായ യേശു ക്രിസ്തുവാണ് ഇവിടുത്തെ വ്യാപാരി. ഈ വ്യാപാരിയായിരിക്കും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വിലയേറിയ മുത്തായിരിക്കുന്ന പാപികളായിരിക്കുന്ന മനുഷ്യനെ സ്വന്തമാക്കുവാനായിട്ട് തനിക്കുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു? വിറ്റു. തനിക്കുള്ളതെല്ലാം വിറ്റു. അത് കാൽവറിയിൽ അതിൻ്റെ വില കൊടുത്തിട്ട്, അഥവാ മുത്തിൻ്റെ വില ആര് കൊടുത്തു? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കൊടുത്തു. അതിൻ്റെ വില എത്രയായിരുന്നു? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? കർത്താവ് കൊടുത്ത ആ വില കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വലിയ വില കൊടുത്താണ് കർത്താവ് നമ്മെ വാങ്ങിയത്. മനുഷ്യനിൽ ദൈവത്തിൻ്റെ സ്വരൂപം അടങ്ങിയിട്ടുണ്ട്. നാം എല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നാം തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം എന്ന് നാം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16:26 വായിക്കുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം. സർവ്വലോകം എന്ന് പറയുമ്പോൾ എന്താണ്? ലോകം തരുന്ന ഓഫറുകൾ. അവിടെ പണമുണ്ട്, പ്രശസ്തിയുണ്ട്, ശക്തിയുണ്ട്, അധികാരമുണ്ട്, പദവിയുണ്ട്, ആഡംബരങ്ങളുണ്ട്. ഇതെല്ലാം ലോകം നമുക്ക് തരുന്ന ഓഫറുകളാണ്. ഇതെല്ലാം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പോൾ ഈ പറയുന്ന ലോകം തരുന്ന ഈ വിശേഷമായിരിക്കുന്ന ഓഫറിനെക്കാട്ടിലും വിലവിതാണ് എന്ത്? നമ്മുടെ ആത്മാവ് പറയും. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വില ഈ ലോകം ഓഫർ ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ വിലയേറിയതാണ് എന്നവിടെ കാണാൻ കഴിയുകയാണ്. നമ്മുടെ ആത്മാവിൻ്റെ വില അത്ര വിലയേറിയതാണ്. അപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് വിലയേറിയതിനെ വില കൊടുത്ത് കർത്താവ് വാങ്ങിച്ചു. നമ്മുടെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. ആ വിലയേറിയ നമ്മുടെ ആത്മാവിനെ കർത്താവ് വലിയ വില കൊടുത്ത് അവൻ വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് ഉപമയിലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഒരു നിധിയാണ്, ദൈവത്തിൻ്റെ സമ്പത്ത്. അത് കുഴിച്ചിടപ്പെട്ടായിരിക്കുന്ന ഒരു നിധി. അവർ ഒരു ശേഷിപ്പായിരുന്നു. സകല ഇസ്രായേലുമല്ല, ഒരു ശേഷിപ്പ്. ആ ഭക്തിയുള്ള ദൈവസ്നേഹമുള്ള ഒരു പറ്റം യഹൂദ വംശം, അവരുടെ ശേഷിപ്പായിരുന്നു. അത് ദൈവത്തിൻ്റെ നിധിയായിരുന്നു. ഈ നിധിയെ കാലസമ്പൂർണ്ണ നിന്നപ്പോൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വലിയ വില കൊടുത്ത് അവരെ സമ്പാദിച്ചു. ഇനി സഭ എന്ന് പറയുന്നത് ആരാണ്? ദൈവത്തിൻ്റെ മുത്ത്. സഭ ദൈവത്തിൻ്റെ മുത്ത്. ഈ മുത്തിനെയും, അത് വിലയേറിയതാണ്. ഈ മുത്തെന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട വസ്തുവൊന്നുമല്ല, അത് വിലയേറിയാണ്, വിശിഷ്ടമായിട്ടുള്ളതാണ്. ഈ വിലപ്പെട്ട മുത്തിനെയും വലിയ വില കൊടുത്ത് നമ്മുടെ കർത്താവ് വാങ്ങിക്കുകയാണ്. അപ്പോൾ കർത്താവ് എന്തൊക്കെ സമ്പാദിക്കുന്നു? നിധിക്കും വില കൊടുത്തു, മുത്തിനും വില കൊടുത്ത് അവൻ സ്വന്തമാക്കുകയാണ്. അപ്പോൾ എത്രമാത്രം വലിയ പ്രവൃത്തിയാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് എന്ന് കാണുവാൻ കഴിയുകയാണ്. അതുകൊണ്ട് നാം ആരും നിസ്സാരന്മാരല്ല, ദൈവത്തിൻ്റെ മുമ്പാകെ വിലപ്പെട്ട ആത്മാക്കളാണ്, വിലപ്പെട്ടവരാണ് നാം എല്ലാവരും എന്ന് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ ക്രിസ്തു വലിയ വില കൊടുത്തതുകൊണ്ട്, നമുക്ക് വലിയ വില കൊടുത്തതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? അവനോട് നന്ദിയുള്ളവരായി അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ അർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്,
നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുകൂലരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവവിധം എന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സൊതുക്കി രൂപാന്തരപ്പെടുവീൻ. കർത്താവിന് മഹത്വം കൊണ്ടാകട്ടെ. നമ്മളെ വില കൊടുത്തിരിക്കുന്നതുകൊണ്ട്, വലിയ വില കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആലയമാണ്. അത് നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് അവൻ അർഹിക്കുന്ന ആരെങ്കിലും ബഹുമാനവും ആദരവും അത് ആരാധനയെല്ലാം അർപ്പിച്ച് ധന്യമായിട്ടുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെവരെയും സഹായിക്കുമാറാകട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടെ.